ഹലോ, ഇത് നമ്മുടെ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയാണ്. ഈ ചെടിയാണ് നമ്മൾ ഇന്ന് നട്ടുകൊടുക്കാൻ പോണത്. ഈ ചെടിയുടെ പേര് വാക്സ് ബിഗോണിയ എന്നാണ്. ഈ ചെടി തണലത്തും വെയിലത്തും നമുക്ക് വളർത്താൻ പറ്റും. ഇതിന് വളരെ കുറച്ച് പരിചരണം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇത് തണലത്തും വെയിലത്തും നമുക്ക് വളർത്താൻ പറ്റുമെങ്കിലും ഭാഗികമായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നടണതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഉച്ച കഴിഞ്ഞുള്ള നല്ല കഠിനമായ ചൂട് ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ടാക്കും. അപ്പോൾ ഞാനൊരു പോട്ടിലോട്ട് കുറച്ച് മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു കുഴി കുഴിച്ച് അതിലേക്ക് കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പൂവ്. ഇതൊരു റോസ് നിറമുള്ള പൂവാണ്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ഒരു കമ്പാണ്, ഈ ചെറിയൊരു കമ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ചെടി സൂര്യപ്രകാശം സഹിക്കും, പക്ഷേ കഠിനമായിട്ടുള്ള സൂര്യപ്രകാശം ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിപ്പോകുന്നതിന് കാരണമാകുന്നുണ്ട്. വാക്സ് ബിഗോണിയക്ക് ചെറിയ കട്ടിയുള്ള നാരുകളുള്ള ഒരു തണ്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ നാരുകളൊക്കെ അഴുകി ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയിലോ ഇല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിത് ആ പോട്ടിലോട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിലൊക്കെ കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇച്ചിരി വെള്ളം എന്നിട്ട് ഇതിനൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് ഞാൻ കാണിച്ച ആ കുഞ്ഞു തണ്ട് നമുക്ക് നടാൻ വേണ്ടി ആണ്. വേറൊരു പോട്ട് എടുത്തിട്ടുണ്ട്, അതിലാണ് ആ കുഞ്ഞു തണ്ട് ഞാൻ നട്ടു കൊടുക്കുന്നത്. അതിലും ഇതേപോലെ തന്നെ നമ്മൾ ചെറിയൊരു കുഴിയെടുത്ത് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അതിൻ്റെ തണ്ട് നട്ടു കൊടുക്കുകയാണ്. ഇതൊരു ചെറിയൊരു തണ്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് രണ്ടും നമ്മൾ ഇനി ഒരു തണലുള്ള സ്ഥലത്തേക്കാണ് മാറ്റി വെക്കുന്നത്. ഇതൊന്ന് പിടിച്ച് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വെച്ചാലും കുഴപ്പമില്ല. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്.